ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു മീൻ പുളി വറ്റിച്ചെടുത്താലോ നമുക്ക്. അതിനായിട്ട് ഞാനിതിന് ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് കുറച്ച് ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് തൊടുത്ത് റെഡ് കളറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പഴുത്ത തക്കാളി ഞാൻ 2 എടുത്തതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പച്ചമുളക് നീളത്തിലരിഞ്ഞ് പകുതിയിൽ നിർത്തിയെടുക്കാം. പിന്നെ ചെറുള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈപ്പിടിയിലധികം തന്നെ ഞാൻ ചെറുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളി മീൻ കറിക്കൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റായി കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ചെറുള്ളി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ചെറിയുള്ളിയും കൂടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ പുളിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, ചുമ്മാതെ പറയുന്നതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ഇഞ്ചിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചിയും കൂടി അരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനെ പ്ലേറ്റിൽ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കാം, ചെറുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ തക്കാളിയൊക്കെ കുക്കായി വരുന്ന സമയത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെച്ച പുളിവെള്ളമുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിലൊക്കെ ഇതുപോലെ മത്തിപ്പുളിയൊക്കെ വറ്റിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മൺപാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിട്ട് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ മീൻ ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് തിളച്ചാൽ മതിയാവും, പെട്ടെന്ന് കുക്കായി വരും. മീനൊക്കെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ കഴിക്കാനും അടിപൊളിയാണ്, കാണാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇത്. കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് കിട്ടുക്കാച്ചായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീൻ കറി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ്.